ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പരിപ്പിൻ്റെ കറിയാണ്. ഉള്ളിയൊന്നും വഴറ്റാണ്ട് കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ടൈമൊന്നും വേണ്ടയില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. ഈ കറി വെക്കാന് തുവരപ്പരിപ്പ് ഷോപ്പിൽ തൂർദാൽ എന്നും പറയട്ടാ. ഈ ഒരു പരിപ്പാണ്, കുറച്ച് വലിയ പരിപ്പാണ്, വേവ് കൂടുതലായിരിക്കും. പിന്നെ വേറൊരു പരിപ്പും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്, മസൂർ ദാൽ. ഇതൊരു ചുവന്ന കളറുള്ള പരിപ്പാണ്. ഈ ഒരു പരിപ്പ് വേഗം വെന്ത് കിട്ടും. അധികം നേരമൊന്നും വെക്കണമെന്നില്ല. പക്ഷേ എനിക്ക് ടേസ്റ്റ് ഉള്ളത് തുവരപ്പരിപ്പാണ്. ഞാൻ ആദ്യമെല്ലാം ഈ ഒരു ചുവന്ന പരിപ്പേനും എടുക്കൽ. ഇപ്പം ഈ ഒരു പരിപ്പാണ്. നമ്മൾ സാമ്പാർ വെക്കാനെല്ലാം ഈ ഒരു പരിപ്പാണ് എടുക്കൽ കേട്ടാ. തേങ്ങയൊന്നും അരക്കാണ്ട് വെക്കുന്നതുകൊണ്ട് തന്നെ 1 കപ്പ് പരിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അടുത്തതായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ഞാൻ മുറിച്ചിടുന്നുണ്ട്. ഒരു ഉള്ളിയെ വേണ്ടുള്ളൂ. അത് ഏത് സൈസിലായാലും പ്രശ്നമില്ല. ചെറുങ്ങനെ ആയാലും വെലുങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ മുറിച്ചിടാം. ഇത് വേവിച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തതായിട്ട് ഒരു തക്കാളി എടുക്കുന്നുണ്ട്. ചെറുതായാലും വലുതായാലും ഒറ്റൊന്നും മതി. ഈ പരിപ്പിൻ്റെ കറി ഞാൻ വേറൊരു തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചീര വെച്ചിട്ട് അത് അടിപൊളിയാണ്. ഒരു ഉച്ചയൂൺ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സൂപ്പറാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ മുറിച്ചിടുന്നുണ്ട്. ഇത് നീളത്തിലാണ് ഞാൻ മുറിച്ചിടുന്നത്. ചില ടൈമിൽ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്രാവശ്യം ഞാൻ ഇട്ടിട്ടില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് ടൈമാവും വെന്ത് കിട്ടാൻ. ഒരു 4-5 വിസിൽ വേണ്ട വരും. കാരണം ഇത് കുറച്ച് വേവുള്ള പരിപ്പാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോവണ്ട കേട്ടാ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസുമേൽ വെച്ച് കൊടുക്കാം. എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. അതുകൊണ്ടാണ് ഞാൻ 4-5 വിസിൽ എന്ന് പറഞ്ഞത്. ചില കുക്കർ ഒരു 2-3 വിസിൽ മതിയായിരിക്കും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് വേവാണ്. പരിപ്പൊന്നും അടിഞ്ഞു പോയിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം ഒന്ന് കറക്റ്റ് നോക്കിയിട്ട് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ചെറിയൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചുവന്ന കായ്മുളക്, അതായത് ഉണക്ക് ചുവന്ന കായ്മുളകാണ്, അത് ഒരു 3-4 2ആയിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നനഞ്ഞ കറിവേപ്പില ഒരിക്കലും തീ ഓണാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്. തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിലും വെള്ളം കൂടി ചേർന്നിട്ട് ചിലപ്പോൾ തീ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഫാക്കിയിട്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പരിപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമുക്ക് മീനൊന്നും ഇല്ലാത്ത ടൈമിന് ചോറും പിന്നെ പരിപ്പിൻ്റെ കറിയും തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കൂടെ ഒരു പപ്പടോ അല്ലെങ്കിൽ മുട്ട ഓംലേറ്റോ ഉണ്ടായാൽ മതി. അത്രയും നമുക്ക് വേണ്ടല്ലോ കേട്ടോ. അങ്ങനെ നമ്മളെ പരിപ്പിൻ്റെ കറി ഒരുവിധം ടൈറ്റ് ആയിട്ടുണ്ട്. ചോറിന് ഇത് കറക്റ്റാണ്. അതുപോലെ തന്നെ ചിലർ ഹിന്ദിക്കാരെല്ലാം ചപ്പാത്തിൻ്റെ ഒപ്പരെല്ലാം കഴിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ഈസിയാണ്, സിമ്പിളാണ്, ഉള്ളിയൊന്നും വഴറ്റണ്ട. അപ്പം ബാച്ചിലേഴ്സിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അത്രക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്താൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ ഉച്ചയൂൺ റെസിപ്പിയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ. അത് കറി റെസിപ്പീസ്, അതുപോലെ നാടൻ ഫുഡ്, അങ്ങനെയെല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനും പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.